ത്തിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാരാ? റസൂലുള്ളാഹിയുടെ പേരിൽ ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത്? പടച്ചവനെ, അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ. ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, ആയിരക്കണക്കാന സ്വലാത്തുകളുണ്ടല്ലോ മദീനയുടെ ചാരത്തേക്കെന്ന പ്രിയമുള്ളവരെ ഒഴുകേണ്ടതാ, പരത്തേണ്ടതാ. എത്രയോ പേര് കരഞ്ഞുകൊണ്ട് പറയുന്നതാ, ഉസ്താദേ മദീന കാണണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദേ, മക്ക കാണണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദേ. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ കൊടുക്കുന്നവര് സ്വലാത്ത് വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ കൊടുക്കുന്നവരെ ആരെങ്കിലും ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ, ആരെങ്കിലും ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അവര് മദീന കാണാതെ മരിക്കൂല. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നവരാരാ? സ്വലാത്ത് ചൊല്ലുന്നവരാരോ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകള് വാനലോകത്തിരുന്നുകൊണ്ട് ചെയ്യുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അസ്റായീൽ റൂഹ് പിടിക്കുമ്പോ മരണവേദനയിൽ നിന്നെന്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പോലും ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ഹൗവിൻ അലയ്യാ സകറാത്തുൽ മൗത്ത്. അല്ലാഹുവേ, സകറാത്തിന്റെ വേദന പടച്ചവനെ, അസ്റായീൽ റൂഹ് പിടിക്കുന്നത് താങ്ങാൻ കഴിയുന്നില്ല. اللهم حول عليا سكرات الموت. ഈ മരണവേദന താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. മഹാന്മാര് പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണവേദനയിൽ പോലും ലഘൂകരണമുണ്ടാകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുമ്പോൾ